ഹലോ എല്ലാവർക്കും 10th ലെവലിൻ്റെ 87-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? എ. ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. ബി. ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്. സി. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്. ഡി. സാക്ഷ്യങ്ങൾ സ്വീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് എന്താണ്? ശരിയായ ഉത്തരം ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? എ. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ബി. ഒരു ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരിക്കുന്നതോ ആയ വ്യക്തി. സി. കുറഞ്ഞത് 7 വർഷം സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി ആയിരുന്ന വ്യക്തി. ഡി. ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നതോ ആയ ഒരു വ്യക്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. സുപ്രീം കോടതി ജഡ്ജി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർബന്ധിത അംഗത്വയോഗ്യതയിൽ പെടുന്നില്ല. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വൺ മാൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ. രാംനാഥ് കോവിന്ദ്. ബി. നരേന്ദ്രമോദി. സി. അമിത് ഷാ. ഡി. ജഗദീപ് ധൻകർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ്. ഉത്തരം രാംനാഥ് കോവിന്ദ്. ധനബിൽ ഓർ മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ധനബിൽ അല്ലെങ്കിൽ മണി ബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? എ. രാജ്യസഭ. ബി. ലോക്സഭ. സി. ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. ഡി. ഭരണഘടനയിൽ ഈ കാര്യം പ്രത്യേകം അനുശാസിക്കുന്നില്ല. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ശരിയായ ഉത്തരം ലോക്സഭയിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ലോക്സഭയിൽ. ധനബിൽ ആണോ അല്ലയോ എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. ധനബിൽ ആണോ അല്ലയോ എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? എ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ബി. ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ. സി. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. ഡി. ജില്ലാ കോടതി. ഇവിടെ ഓർക്കേണ്ടത് അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെ മൗലികാവകാശ സംരക്ഷണത്തിനായി നേരിട്ട് സമീപിക്കാം. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ. 42-ാം ഭരണഘടനാ ഭേദഗതി. ബി. 44-ാം ഭരണഘടനാ ഭേദഗതി. സി. 61-ാം ഭരണഘടനാ ഭേദഗതി. ഡി. 73-ാം ഭരണഘടനാ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. 61-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 326-ൽ ഭേദഗതി വരുത്തിയാണ് ഇത് നടപ്പിലാക്കിയത്. ഈ ഭേദഗതി 1989 മാർച്ച് 28 മുതൽ പ്രാബല്യത്തിൽ വന്നു. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61-ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. കൺകറന്റ് ലിസ്റ്റ്. ബി. യൂണിയൻ ലിസ്റ്റ്. സി. സ്റ്റേറ്റ് ലിസ്റ്റ്. ഡി. ഇതൊന്നുമല്ല. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം എ. കൺകറന്റ് ലിസ്റ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. കൺകറന്റ് ലിസ്റ്റ്. ആദ്യം വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിലായിരുന്നു. 42-ാം ഭരണഘടനാ ഭേദഗതി 1976 വഴിയാണ് വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ആദ്യം വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിലായിരുന്നു. 42-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എ. കാൺപൂർ. ബി. മുംബൈ. സി. കൊൽക്കത്ത. ഡി. ഡൽഹി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ബോംബെ. 1942 ആഗസ്റ്റ് 8-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ
പ്രമേയം പാസാക്കി. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? എ. മേഘമലൈ ടൈഗർ റിസർവ്, ബി. പെരിയാർ ടൈഗർ റിസർവ്, സി. ആനമലൈ ടൈഗർ റിസർവ്, ഡി. പറമ്പിക്കുളം ടൈഗർ റിസർവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആനമല ടൈഗർ റിസർവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആനമല ടൈഗർ റിസർവ്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു ഇന്നത്തെ ആനമല ടൈഗർ റിസർവിന്റെ ആദ്യകാല പേര്. പിന്നീട് ഇത് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം, ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. 2022 ഇതിന് ഔദ്യോഗികമായി ആനമല ടൈഗർ റിസർവ് എന്ന പേര് നൽകിയത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? 2024 സാഹിത്യത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഓപ്ഷൻ എ 3ഉം 4ഉം മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, സി 2ഉം 3ഉം മാത്രം, ഡി എല്ലാം ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 3. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 4. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം മാത്രം, ബി 2ഉം 3ഉം 4ഉം മാത്രം, സി 3ഉം 4ഉം മാത്രം, ഡി എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം മാത്രം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 4. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? എ. ഹൈദരാബാദ്, ബി. ബോംബെ, സി. ബീഹാർ, ഡി. ബംഗാൾ. ശരിയായ ഉത്തരം ഡി. ബംഗാൾ. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി. ബംഗാൾ. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? എ. ഗോവ, ബി. പോണ്ടിച്ചേരി, സി. ചന്ദ്രനഗർ, ഡി. ട്രാങ്കിബാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ട്രാങ്കിബാർ. ട്രാങ്കിബാർ എന്നാൽ തരംഗമ്പാടി എന്ന തമിഴ്നാട്ടിലെ സ്ഥലമാണ്. ഡെൻമാർക്കുകാർ 1620 ട്രാങ്കിബാറിൽ ആധിപത്യം സ്ഥാപിച്ചത്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? എ. അഹമ്മദാബാദ്, ബി. ജയ്പൂർ, സി. വഡോദര, ഡി. സൂറത്ത്. ശരിയായ ഉത്തരം സി. വഡോദര. വഡോദര ഗുജറാത്ത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കേബിളുകൾ, ഇലക്ട്രോണിക്സ് രാസ വ്യവസായങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഇലക്ട്രിക്കൽ കേബിളുകൾ, ഇലക്ട്രോണിക്സ് രാസ വ്യവസായങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന കോപ്പർ അഥവാ ചെമ്പ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? എ. ഉത്തർപ്രദേശ്, ബി. മധ്യപ്രദേശ്, സി. കർണാടക, ഡി. പശ്ചിമ ബംഗാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. മധ്യപ്രദേശ്. ഇലക്ട്രിക്കൽ കേബിളുകൾ, ഇലക്ട്രോണിക്സ് രാസ വ്യവസായങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന കോപ്പർ അഥവാ ചെമ്പ് നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ മലഞ്ച് ഘട്ടിലാണ് ഇതിൻ്റെ ഉൽപ്പാദനം കൂടുതലായി കണ്ടുവരുന്നത്. 1829 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? 1829 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? എ. ആലപ്പുഴ, ബി. കൊല്ലം, സി. വർക്കല, ഡി. ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ആലപ്പുഴ. 1829 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ആലപ്പുഴ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ കോശങ്ങൾ ചേർന്ന കല ഏതാണ്? എ. പാരൻ കൈമ, ബി. കോളൻ കൈമ, സി. ഫ്ലോയം, ഡി. സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ശരിയായ ഉത്തരം സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ കോശങ്ങളുടെ കോശഭിത്തിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതും ലിഗ്നിൻ നിക്ഷേപം ഉള്ളതുമാണ്. ഈ കല സസ്യത്തിന് ബലവും ദൃഢതയും നൽകുന്നു. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെ പദാർത്ഥ വിനിമയം നടക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെ പദാർത്ഥ വിനിമയം നടക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? എ. പ്ലാസൻ്റ, ബി. അമ്നിയോട്ടിക് ദ്രവം, സി. ഗർഭാശയം, ഡി. പൊക്കിൾക്കൊടി. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെ
പദാർത്ഥ വിനിമയം നടക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ശരിയായ ഉത്തരം എ പ്ലാസൻഡ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്ലാസൻഡ. പ്ലാസൻഡ അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു താൽക്കാലിക അവയവമാണ്. അമ്മയുടെയും ശിശുവിൻ്റെയും രക്തം നേരിട്ട് കലരുന്നില്ല. പ്ലാസൻഡയിലൂടെ ഓക്സിജൻ, പോഷകങ്ങൾ, പ്രതിരോധ ആൻറ്റിബോഡികൾ എന്നിവ ശിശുവിലേക്ക് എത്തുകയും കാർബൺ ഡൈ ഓക്സൈഡും മാലിന്യങ്ങളും അമ്മയുടെ ശരീരത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ബി ആർണോസ് പാതിരി, സി ബെഞ്ചമിൻ ബെയ്ലി, ഡി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആയിരുന്നു. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ എ ചാനർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം, ബി മരുമക്കത്തായത്തിനെതിരെയുള്ള നിയമങ്ങൾ, സി ഏകീകൃതമായ ശിക്ഷാവിധികൾ, ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ഇന്ത്യയിൽ സർക്കാർ ചെലവിൽ പൊതുവിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ആദ്യത്തെ നടപടിയായിരുന്നു ഇത്. ഇന്ത്യയിൽ സർക്കാർ ചെലവിൽ പൊതുവിദ്യാഭ്യാസം സൗജന്യമായി നടപ്പിലാക്കിയ ആദ്യ നടപടിയായിരുന്നു ഇത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2 കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. 3 ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 4 2009 ബ്രിക് രൂപം കൊണ്ടത്. ഓപ്ഷൻ എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 3, 4 മാത്രം, ഡി 1, 4 മാത്രം. ശരിയായ ഉത്തരം 1, 4 മാത്രം. 1 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 4 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ലെൻറ്റിസെൽ, ബി വില്ലസുകൾ, സി ഡെൻഡൈൻ, ഡി ആൽവിയോളസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വില്ലസുകൾ. വില്ലസുകൾ ചെറുകുടലിൻ്റെ അകത്തെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരൽ പോലുള്ള സൂക്ഷ്മ വളവുകളാണ്. വില്ലസുകൾ ചെറുകുടലിൻ്റെ അകത്തെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരൽ പോലെയുള്ള സൂക്ഷ്മ വളവുകളാണ്. ചായ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 ISRO സ്ഥാപിച്ചത് 1998 2 ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. 3 ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. 4 വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. എ 1, 2 മാത്രം, ബി 2, 4 മാത്രം, സി 1, 3 മാത്രം, ഡി 2, 3 മാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2, 4 മാത്രം. 2 ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. 4 വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 1851, ബി 1851, സി 1861, ഡി 1871. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. ഈ പാത ബേപ്പൂർ ടു തിരൂർ തമ്മിലായിരുന്നു. ഇത് പിന്നീട് ഷൊർണൂർ വരെ നീട്ടുകയും കേരളത്തിലെ റെയിൽവേ ഗതാഗത വികസനത്തിന് തുടക്കമിടുകയും ചെയ്തു. ഈ പാത ബേപ്പൂർ തിരൂർ തമ്മിലായിരുന്നു. പിന്നീട് ഷൊർണൂർ വരെ നീട്ടുകയും കേരളത്തിലെ റെയിൽ വികസനത്തിന് തുടക്കമിടുകയും ചെയ്തു. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? എ ഭരണപരിഷ്കരണം, ബി കുടിയാന്മ പ്രശ്നം, സി ജനസംഖ്യാനുപാത സംവരണം, ഡി ഖിലാഫത്ത്. ശരിയായ ഉത്തരം സി ജനസംഖ്യാനുപാത സംവരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. സമ്മേളനത്തിൽ ഭരണപരിഷ്കാരം, കുടിയാന്മല പ്രശ്നം, ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു.